ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹിൽ വാലി ചാനലിലെ വചനദീപം എന്ന പ്രോഗ്രാമിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു കഥ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ബുദ്ധ പാരമ്പര്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആശ്രമത്തിൽ ഗുരുവും ശിഷ്യന്മാരും ഇങ്ങനെ തങ്ങളുടെ ജീവിത യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു ദിവസം ഒരു ശിഷ്യൻ തൻ്റെ ആശ്രമത്തിൻ്റെ പൊക്കമുള്ള മതിൽ ചാടിക്കടന്ന് രാത്രിയിൽ ആ ലോകത്തിൻ്റെ വിശാലതയിലേക്കും അതുപോലെ ആശ്രമ ജീവിതത്തിൻ്റെ നിയമങ്ങൾക്ക് വിപരീതമായി യാത്ര ചെയ്യുന്നത് ഗുരുവിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അങ്ങനെ പല രാത്രികൾ ആ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ മതിൽ ചാടിക്കടന്ന് വിവിധ തലങ്ങളിൽ വിവിധ രീതികൾ ലോകത്തിൻ്റെ കാഴ്ചകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ഒരു അനുഭവത്തിൽ ഒരു ദിവസം പ്രഭാതത്തിൽ താൻ തിരികെ മടങ്ങി വരുന്ന അനുഭവത്തിന് മധ്യേ അദ്ദേഹം എന്നും മതിൽ കയറി ചാടുമ്പോൾ എപ്പോഴും പ്രയാസകരമാണ്. എന്നാൽ ആ പ്രഭാതത്തിൽ മാത്രം മതിൽ കടന്ന് വരുമ്പോൾ വളരെ എളുപ്പമായിരുന്നു അദ്ദേഹത്തിന് ആ മതിൽ ചാടി കടക്കുവാനായി. അദ്ദേഹം ചാടി കടന്നു വന്നത് ഗുരുനാഥൻ്റെ പുറത്തുകൂടിയാണ്. അവിടെ ഗുരുനാഥൻ ഇങ്ങനെ കുനിഞ്ഞ് ഇരിക്കുകയാണ് തൻ്റെ ശിഷ്യന് ചാടി കടന്നു വരുവാൻ തക്കവണ്ണം. എന്നിട്ട് ആ ദിവസം ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പുറകെ നിന്ന് ആരോ ആ ശിഷ്യനോട് വിളിച്ചു പറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി, കുഞ്ഞെ ചാറ്റൽ മഴയുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക, തലയൊക്കെ തോർത്തിയിട്ട് അകത്തേക്ക് കയറുക, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരും. ആ മനുഷ്യൻ അതോടുകൂടെ തൻ്റെ അബദ്ധ സഞ്ചാരം അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ അപ്പനിൽ നിന്ന് അകന്നു പോകുന്ന മകനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ പകുതിയിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ആ മകന് സുബോധം പൂണ്ടിട്ട് തൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഒരുപാട് കൂലിക്കാർ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സുബോധം തിരികെ വന്നപ്പോൾ, അല്ലെങ്കിൽ തന്നിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ശരിയായ ദർശനം കടന്നു വന്നപ്പോൾ താൻ അതുവരെ സഞ്ചരിച്ചത് തെറ്റാണ് എന്ന് ആ വേദപുസ്തക വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കും. ക്രിസ്തുവിൽ പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മുഖങ്ങളുടെ അനുഭവത്തിന് മധ്യേ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ രീതികൾക്ക് മധ്യേ പലപ്പോഴും നമുക്ക് സുബോധം കിട്ടുമ്പോഴാണ്, അല്ലെങ്കിൽ സുബോധം തിരികെ വരുമ്പോഴാണ് നാം ചെയ്തുകൊണ്ടിരുന്ന ജീവിത സാഹചര്യം, അല്ലെങ്കിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ജീവിത പദം ഇതൊക്കെ തെറ്റായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് സുബോധമുള്ള മനുഷ്യരായി, സുബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ലോകത്തിൽ വിവിധങ്ങളായ യുദ്ധങ്ങളും അതുപോലെ തന്നെ പ്രതികൂല സംഭവങ്ങളും അതുപോലെ തമ്മിലുള്ള ആക്രമണ സ്വഭാവമൊക്കെയും കടന്നു വരുന്നത്. സുബോധം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഇങ്ങനെ സുബോധം വീണ്ടെടുക്കുമ്പോഴാണ് ശരിയായ ജീവിതത്തെക്കുറിച്ചുള്ള ബോധം മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്നത്. എങ്കിൽ സുബോധം വീണ്ടെടുത്ത് ശരിയായ മനുഷ്യരായി ജീവിക്കുവാൻ ആ ധൂർത്തുപുത്രൻ, അല്ലെങ്കിൽ മുടിയനായ പുത്രൻ തൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തി താൻ ജീവിച്ച വഴികളൊക്കെ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ താൻ ഇതുവരെ സഞ്ചരിച്ചതൊക്കെ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അവിടെ വെച്ച് ആ മനുഷ്യന് ഒരു സുബോധം ഉണ്ടാവുകയാണ്. എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ അനേകം വ്യക്തികൾ ശരിയായ രീതിയിൽ ജീവിക്കുന്നു. അവൻ തിരികെ ഭവനത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പൻ തന്നെ സ്വീകരിക്കുകയാണ്, തന്നെ ചേർത്ത് പിടിക്കുകയാണ്. ഒരു രാജകുമാരനെ പോലെ മോതിരമണിയിച്ച് ചെരിപ്പണിയിച്ച് ഒരു നല്ല അങ്കി അണിയിച്ച് അവനെ ഒരു രാജകുമാരനെ പോലെ സ്വീകരിക്കുകയാണ്. ഒരു രാജാവിനെ പോലെ അവനെ ആലിംഗനം ചെയ്യുകയാണ്. ക്രിസ്തുവിൽ പ്രിയരെ, നാം തിരികെ മടങ്ങി വരുന്നു എങ്കിൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ഈ നോമ്പ് കാലയളവിൽ നമ്മുടെ മടങ്ങി വരവ് ആനന്ദമാക്കി തീർക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നാം ജീവിക്കുന്ന വഴികളിൽ എവിടെയെങ്കിലും അബദ്ധ സഞ്ചാരങ്ങളുണ്ടെങ്കിൽ സുബോധം കൊണ്ട് അതിനെ തിരിച്ചറിയുവാനും തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാനും ശരിയായ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ കർത്താവേ, ഈ അനുഗ്രഹമേറിയ നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രനാഥ. പലപ്പോഴും ജീവിതത്തിൽ ഞങ്ങൾക്ക് സുബോധം നഷ്ടപ്പെട്ട് ഞങ്ങൾ ആക്രമണ സ്വഭാവമുള്ള മനുഷ്യരായി മാറ്റപ്പെടുന്നുണ്ട് കർത്താവേ. എന്നാൽ സുബോധം വീണ്ടെടുക്കുമ്പോൾ ശരിയായ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ബോധം ഞങ്ങൾക്കും ഉണ്ടാകുമെന്ന് തിരുവചനം ഞങ്ങളെ ആഴമായി പഠിപ്പിക്കുന്നുവല്ലോ നാഥ. ദൈവമായ കർത്താവേ, ആ സുബോധം ഞങ്ങളിൽ വീണ്ടെടുക്കുവാനും ബോധമുള്ള മനുഷ്യരായി ജീവിക്കുവാനും ദൈവം ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.